ഈ രാഹുൽ ഈശ്വർ കുറച്ചു നാൾ മുമ്പ് കാവ്യമാധവനെ കുറിച്ച്, ദിലീപിന്റെ ഭാര്യ കാവ്യമാധവനെ കുറിച്ച്, കാവ്യമാധവന്റെ മുൻ അമ്മായി അമ്മ ആ സ്ത്രീയുമായി സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പിന്റെ ചെറിയ ഭാഗം ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിക്കാം. ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ എന്റെ ഇഷ്ടത്തിന് അല്ല ഈ കല്യാണം നടത്തിയാന്ന്. ഞങ്ങൾ എന്തോ ചെയ്യും മോനെ. എനിക്ക് മനസ്സിലായി ഇവിടെ സിനിമയ്ക്ക് പുറത്ത് ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത്. അതാണ് ഇവളുടെ ഏറ്റവും വലിയ വിജയം. സന്തോഷ് മാധവന്റെ അടുത്തൊക്കെ പോയിട്ടുള്ളത് തന്നെ മോനെ. പിന്നല്ല അറിയാം. കാരണം അത് ഞാൻ പറഞ്ഞു, ലാൽ മീഡിയയിൽ നിന്ന് ആവശ്യമുള്ള ന്യൂസുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. എങ്കിൽ നിങ്ങളുടെ അത്ര സ്വർണ്ണം ഇവർക്ക് തപ്പിയാ കിട്ടുമോ? എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വരുന്നു ഇങ്ങോട്ട്? വരുന്നുണ്ട് മോനെ, വരുന്നുണ്ടേ മോനെ വിളിക്കാൻ. എന്തോ കൊണ്ടുവരണേ ഇവിടുന്ന് വരുമ്പം. എന്തുകൊണ്ടത് സന്തോഷം എനിക്ക്. തീർച്ചയായും. കേട്ടല്ലോ, ഇതാണ് രാഹുൽ ഈശ്വറിന്റെ തനിക്കുണം. ഈ ഓഡിയോയിൽ രാഹുൽ ഈശ്വർ കാവ്യമാധവനെ കുറിച്ച് പറഞ്ഞ പിതൃശൂന്യതയെ ഞാൻ അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല. രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണെന്നും കാവ്യമാധവൻ ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഇത്രയും വലിയ തന്തയില്ലായ്മ, ഇത്രയും വലിയ പിതൃശൂന്യത പറഞ്ഞ കാവ്യമാധവനെ കുറിച്ച് പറഞ്ഞ അതേ രാഹുൽ ഈശ്വർ തന്നെയാണ് ഞെളിഞ്ഞിരുന്നിട്ട് ഇപ്പൊ ദിലീപിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് അനന്തു സുരേഷ് കുമാർ പരാതി കൊടുത്തു? ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 4ാമത്തെ ദുരൂഹ മരണമാണ് ബാലചന്ദ്രകുമാറിന്റെ. ഞാൻ ഇന്നലെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, ദിലീപ് സബ് ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജയിലർ ദുരൂഹ സാഹചര്യത്തിൽ ആമാശയത്തിൽ നിന്ന് കുപ്പിച്ചില്ലുകൾ കണ്ടെത്തി മരണപ്പെട്ടു. ദിലീപിനെ ബാലചന്ദ്രകുമാർ തന്നെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു മൊബൈൽ കട ഉടമ ദിലീപിന്റെ ഫോൺ പരിശോധിച്ച് മണിക്കൂറുകൾക്കകം മരണപ്പെട്ടു. ബാലചന്ദ്രകുമാറിനെതിരെ ഫേക്ക് റേപ്പ് കേസ് കൊണ്ടുവരാൻ ഇറക്കിയ സ്ത്രീ, ആ സ്ത്രീയുടെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് കേരള പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയ ജസ്റ്റിൻ എന്ന യുവാവ് ആഴ്ചകൾക്കകം കുഴഞ്ഞു വീണ് മരിക്കുന്നു. 4ാമത്തെ മരണമാണ് ബാലചന്ദ്രകുമാറിന്റെ. ഈ കേസിലെ 5ാമനാവാൻ വില്ലിംഗ് ആയി വോളണ്ടിയറിയിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നവനാണ് ഞാൻ. പണവും അധികാരവും സ്വാധീനവും ഉള്ള ഏതെങ്കിലും അലവലാദികളെ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ചാനലുകളോളം കയറി ഇറങ്ങി അവരെ ന്യായീകരിച്ച് മെഴുകി ജീവിക്കുന്ന ഒരു ന്യായീകരണ തൊഴിലാളി അല്ല ഞാൻ. എന്റെ ജീവൻ പണയം വെച്ച് ഞാൻ ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ മറുവശത്ത് സത്യമുണ്ട്, ന്യായമുണ്ട്, നീതിയുണ്ട്, ഒരു വലിയ അന്യായം നടന്നിട്ടുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ്. ബാലചന്ദ്രകുമാറിന്റെ കുടുംബത്തിന് വേദനിക്കുന്ന ഒരു അക്ഷരം കൂടി രാഹുൽ ഈശ്വറെ തന്റെ പുഴുത്ത കക്കൂസ് കഴുകുന്ന ബ്രഷ് പോലത്തെ വാഗുണ്ട്, താൻ വാടകയ്ക്ക് കൊടുക്കുന്ന വാഗുണ്ട്, ബാലചന്ദ്രകുമാറിന്റെ കുടുംബത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു പുഴുത്ത വാക്കും കൂടെ തന്റെ വായിന്ന് വീണ